തുടർച്ചയായി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. അവിടെ ശ്രീ ജോസുകുട്ടി സൂചിപ്പിച്ചത് താങ്കൾ ശ്രദ്ധിച്ചു കാണും, ഇത്രയും പോരായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നാണ്. ഇതിപ്പോൾ ഈ രാധയുടെ മരണത്തെ തുടർന്നുണ്ടാക്കിയ ഒരു സമരമല്ല, ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രതിഷേധം ആണ്. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പിന്നെ പ്രതിപക്ഷത്തെ പോലെ ഭരണപക്ഷത്തിനെതിരെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് അത് രാഷ്ട്രീയമായൊരു നേട്ടം കാണുന്നുണ്ട് എങ്കിൽ പോലും ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം കൂടിയല്ലേ ശ്രീ സലീം മടവൂർ? അത് അഭിലാഷേ, ഇവിടെ ഒരു കാര്യം അത് സേനാപതി ഒന്നും പറയുന്നു. ഇന്ത്യയിൽ എവിടെയെങ്കിലും അടുത്ത കാലത്ത് നരഭോജി കടുവയെ അല്ലെങ്കിൽ മൃഗങ്ങളെ വെടിവെച്ച് കൊന്ന ഒരു കഥ പറയാൻ സാധിക്കുമോ? ഇല്ല. എവിടെയും വെടിവെക്കുന്നില്ല. വെടിവെച്ച കഥ പറഞ്ഞാൽ എവിടെയും വെടിവെക്കും. എന്തുകൊണ്ട്? കേന്ദ്ര നിയമം തടസ്സമായിട്ട് നിൽക്കുകയാണ്. 1972 കോൺഗ്രസ് ഈ രാജ്യത്ത് രൂപീകരിച്ച നിയമം ഇവിടെ മൃഗങ്ങളെ വെടിവെക്കുന്നതിന് തടസ്സമാണ്. ഇനി ഇദ്ദേഹം പറയുന്നു ഇപ്പോഴാണ് കൂടിയത്. ഞാൻ ചോദിക്കാൻ നേരത്തെ പരാമർശിച്ചു. 2011 113 അക്രമങ്ങൾ ഉണ്ടായി, മരണം ഉണ്ടായി. 2012 146, 2013 126, 2014 135, 2023 24 വെറും 76 ഉണ്ടായത്. 76 അക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പറയട്ടെ അതേപോലെ കർണാടകയിൽ, കേരളത്തിൽ 35, 2021 20 35 പേരാണ് മരിച്ചിരിക്കുന്നത് വന്യമൃഗ ആക്രമണത്തിൽ. 2022 23 27 23 24 22 തൊട്ടടുത്ത കർണാടകയിൽ 27 ആള്, 2021 22 27 ആളുകളും 2022 23 29 ആളുകളും ഈ 2023 24 48 പേരായിരുന്നു. പിന്നെ 8 പേര് അതിന്റെ പുറമെ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. കർണാടകയിലെ കോൺഗ്രസിലെ ഗവൺമെന്റ് കഴിഞ്ഞ ഉൾവനത്തിനകത്ത് വെച്ചാ ഈ പുറത്തു വെച്ചല്ല. അല്ലല്ല, എല്ലാ ഉൾവനല്ല. ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല ഭൂരി ആയിക്കോട്ടെ, ഒന്നാമത് പുറത്തുണ്ടല്ലോ, ഒന്നെങ്കിൽ ചോദിക്കട്ടെ, അല്ല ആയിക്കോട്ടെ, നിങ്ങൾ ഭൂരിപക്ഷം പറയട്ടെ, ഒന്ന് പുറത്തുണ്ടല്ലോ, ഇത് ഒന്നൊക്കെ പുറത്തുണ്ടല്ലോ, നിങ്ങൾ ആ വാദത്തിന് സംബന്ധിച്ചാൽ ഒന്നൊക്കെ പുറത്തുണ്ടല്ലോ. ആ കടുവയെ വെടിവെച്ചോ, ആനയെ വെടിവെച്ചോ, വെറുതെ ഇവിടെ വന്ന് മാത്രം രാഷ്ട്രീയം പറയാം. ഇവിടെ ഈ ഗവൺമെന്റ് കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിൽ മരണം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സാധാരണ പറയും, പിന്നെ മരണം ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകൾ അതുപോലെയുള്ള ഏർപ്പാട് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ആര് ഇവിടെ മനസ്സിലാക്കുന്ന ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇടപെടുന്നത്. അതുകൊണ്ടാണ് നാളെ വനം വകുപ്പ് മന്ത്രി അവിടെ വന്നുകൊണ്ട് നേരിട്ട് ആവശ്യമായുള്ള നടപടി സ്വീകരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ എല്ലാ ജനങ്ങളും ഈ രാധേശ്വര മരണത്തിൽ വേദനിക്കുകയാണ്. ആരാണ് ഇതിൽ സംതൃപ്തിപ്പെടുന്നത്? എല്ലാവരും വേദനിക്കുകയാണ്. അതിനാ മന്ത്രി നേരിട്ട് വരുന്നത്, നടപടിയെടുക്കുന്നു, നിയമപരമായി പിൻബലമില്ലാതെ ഉത്തരവിടുന്ന ഉദ്യോഗസ്ഥരോട്. അതിന്റെ ഉത്തരവാദിത്വം വൈൽഡ് ലൈഫ് വാർഡന്മാരും അതിന്റെ ചീഫ് വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥനും അതേപോലെ തന്നെ മന്ത്രിയും ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവിടാൻ നിർദ്ദേശിച്ചത് പരസ്യമായിട്ട് മന്ത്രിയാണ്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ഉത്തരവിടുന്നു. അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരോട് വെടിവെക്കാൻ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനെതിരെ വിമർശനം നടത്തിക്കൊണ്ട് ജാഥ നടത്തിയാണ്. ആ ജാഥ നിർത്തിക്കൊണ്ട് അടിയന്തരമായി പിന്മാറാവേണ്ടത്. യുഡിഎഫ് അടിയന്തരമായി ജാഥ നിർത്തണം. യുഡിഎഫ് ജാഥ നിർത്തണം. യുഡിഎഫ് ജാഥ നിർത്തിക്കൊണ്ട് മന്ത്രിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ മന്ത്രി നിർദ്ദേശം കൊടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ഉത്തരവിടാൻ വേണ്ടി മന്ത്രി നിർദ്ദേശം കൊടുത്തു. സ്വാഭാവികമായ ഒരു കേസ് വന്നാൽ മന്ത്രി അതിൽ പ്രതിയാകുമല്ലോ. അത് പ്രകാരം മന്ത്രി ഇട്ട് വരുന്ന സമയത്ത് ആ കേസ് വന്നു. കേസ് പറഞ്ഞതാ, കേസ് എന്തായാലും സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ വന്യജീവി ആക്രമണം സർക്കാരിനെ പരാജയപ്പെടുത്തുമോ എന്നുള്ളതായിരുന്നു ഓൺലൈൻ വഴി ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതിൽ